ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ രമണി ചേച്ചിയെ വഴിയിൽ വെച്ച് കണ്ടതോടുകൂടി സുശീലയുടെയും ഹർഷയുടെയും കള്ളമുഖം പൊയ്മുഖം അവിടെ മറ നീക്കി പുറത്തു വന്നിരിക്കുകയാണ്. എല്ലാവരുടെയും മുന്നിൽ ഇന്ദ്രൻ, സോന, അങ്ങനെ ഭാനു അമ്മ, എല്ലാവരുടെയും മുന്നിൽ തന്നെ സുശീലയുടെയും ഹർഷയുടെയും കള്ളത്തിനൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. സുശീലയാണെങ്കിലോ ഇതൊന്നും കണ്ടു കേട്ട് നിൽക്കാനും ഒരു വിചാരണയ്ക്ക് നിന്നു കൊടുക്കാതെ കിട്ടിയ ഓട്ടോയിൽ പിടിച്ച് വീട്ടിൽ പോയിങ്ങാണ്ട് തലവേദനയാണെന്ന് പറഞ്ഞ് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലോ ഹർഷയുടെ ഫോട്ടോ എല്ലാം കാണിച്ചു കൊടുത്തപ്പോ ആള് ഇവള് തന്നെയാണെന്ന് രമണി ചേച്ചി പറയുകയും ചെയ്തു. അങ്ങനെ എല്ലാരും കൂടി വണ്ടി കയറിങ്ങാട്ട് നമ്മുടെ ഇന്ദ്രന്റെ വീട്ടിലെത്തുകയാണ്. അവിടെ എത്തിയപ്പോ എല്ലാരും കൂടി ഒരു തീരുമാനം അങ്ങെടുത്തു. ഇതിനെ കുറിച്ച് ഇപ്പൊ ആരും സുശീലത്തള്ളയോട് ചോദിക്കുന്നില്ലെന്ന്. ചോദിച്ച അങ്ങ് മലയിടിഞ്ഞു പോവല്ലോ. ചോദിക്കാതിരിക്കാൻ മാത്രമുള്ള ചെറിയ കാര്യം എന്തോ ആണോ സ്വന്തം ഇത്ര സ്നേഹനിധിയായ അമ്മ ചെയ്തത്? ഇന്ദ്രനാണെങ്കിലോ ഇതിനു മുന്നേ അനുപമയോട് പറയുന്ന കേട്ടപ്പോ ഞാൻ വിചാരിച്ചായിരുന്നു സത്യമൊക്കെ തിരിച്ചറിഞ്ഞ് സുശീലയാണ് ഇതിന്റെ പിറകിൽ എന്ന് പറഞ്ഞാല് അന്ന് തന്നെ സുശീലയുടെ അടുത്തുനിന്ന് ഒന്നുകിൽ ഇന്ദ്രൻ മാറി താമസിക്കും, അല്ലെങ്കിൽ അവിടുന്ന് അമ്മേനെ ഇറക്കി വിടുന്നു ഞാൻ വിചാരിച്ചേ. പക്ഷേ ഇന്ദ്രൻ അതൊന്നുമല്ല ചെയ്തത്. തലവേദനയായി കിടക്കുന്ന അമ്മയ്ക്ക് ഭാവം പുരട്ടി കൊടുക്കുന്ന സ്നേഹസമ്പന്നനായ സൽസ്വഭാവിയായ നന്മപരമായ ഇന്ദ്രനെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. ഇതൊക്കെ കണ്ടിട്ടും ഇത്രയൊക്കെ ഉണ്ടായിട്ടും അനുപമയാണെങ്കിലോ ഞാൻ അമ്മയോടൊന്നും ചോദിക്കുന്നില്ല. ഹർഷ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് അറിയാനാണ് മൂപ്പത്തിക്ക് ഉത്സാഹം. അമ്മയോട് ഇനി ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യം തനിക്കില്ല, ഇന്ദ്രനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് അനുപമയും ഒന്നും മിണ്ടാൻ പോയില്ല. എന്തായാലും സുശീലയുടെ ഒരു ഭാഗ്യം എന്ന് പറയാലോ. എന്തൊക്കെ ചെയ്തു വെച്ചാലും സ്വന്തം മോൻ എന്ന് പറഞ്ഞാൽ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചിരിക്കുകയാണ്. അമ്മ ഇനി എന്ത് പാതകം ചെയ്താലും വേണ്ടില്ല എന്ന്. അങ്ങനെ സുശീലയ്ക്ക് ബാമൊക്കെ പുരട്ടി കൊടുക്കുമ്പോ നമ്മുടെ ഭാനുമ്മ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇതിപ്പോ അമ്മയുടെ കള്ളം പിടിച്ചപ്പോ അമ്മയേക്കാ വലിയ വേദന മകനാണല്ലോ. എന്തായാലും അനുപമ ഇവിടുന്ന് പുറത്താവുന്ന തോന്നുന്നത്. നമ്മുടെ ഭാനുമ്മയുടെ മനസ്സിൽ പറഞ്ഞ അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് കേട്ടോ. ഇന്ദ്രൻ എത്ര കിട്ടിയാലും പഠിക്കത്തില്ല, സുശീല എത്ര കൊണ്ടാലും തിരുത്തത്തുമില്ല. അനുപമയാണെങ്കിലോ ചായ ഉണ്ടാക്കി കൊടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെ എന്തായാലും കാര്യങ്ങളൊക്കെ ആ വഴിക്ക്. ഇനിയിപ്പോ സത്യന്റെ വിവാഹക്കാര്യം ഓർത്തിട്ടുള്ള വിഷമാണ് തനിക്ക് എന്നൊക്കെയാണ് സുശീല അഭിനയിച്ച് തകർക്കുന്നത് കേട്ടോ. അതിനെ കുറിച്ചൊന്നും അമ്മ ഓർത്ത് വിഷമിക്കേണ്ടെന്നൊക്കെ ഇന്ദ്രൻ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു പാതകം ചെയ്തു വന്ന അമ്മേനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മകന്. നമ്മുടെ അനുപമ പുറത്തുണ്ട് കേട്ടോ. ബാക്കിയുള്ള സോനേനോടും ബാക്കി ശ്യാമുണ്ട്, സത്യനുണ്ട്, അവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു തടസ്സമുണ്ട് ഇന്ദ്ര, അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ മുടക്കമൊക്കെ വരുന്നത് എന്നൊക്കെ സുശീല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം സച്ചി സാറിന്റെ കുടുംബത്തിലൊരു മരണം നടന്നല്ലോ, അതൊന്നും കുഴപ്പമില്ല അമ്മയെന്നൊക്കെ ഇന്ദ്രൻ പറയുമ്പോ ഒരു പ്രധാന തടസ്സം ഇന്ന് മാറിക്കിട്ടി സുശീലയെന്ന് നമ്മുടെ ഭാനുമ്മ പറയാട്ടോ. ഇന്ദ്രന് അനുപമേന്റെയും പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അനുപമയ്ക്ക് ഇന്ദ്രന്റെ പേരുള്ള സംശയം അങ്ങ് മാറിക്കിട്ടിയെന്ന് പറയാണ്. അത് കേട്ടത് നമ്മുടെ സുശീലയുടെ മുഖം അങ്ങ് മാറിപ്പോവാ കേട്ടോ. ഭാനുമ്മേ വേറെ കാര്യങ്ങളൊന്നും ഇപ്പൊ പറയണ്ടെന്ന് പറഞ്ഞില്ലെന്ന് ചോദിച്ചു. ഭാനുമ്മേന്റെ വാ പോലും നമ്മുടെ ഇന്ദ്രൻ അങ്ങ് കൊട്ടി അടയ്ക്കാണ് കേട്ടോ. എന്തായാലും ഈ മൊണ്ണനെ എന്ത് വിശ്വസിച്ചാണ് അനുപമ ഇനിയും താങ്ങി പിടിച്ച് നടക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. പിന്നെ അവൻ അത്ര സത്യവാനൊന്നും അല്ലല്ലോ. ഹർഷയായിട്ട് അവന് അങ്ങനെ ഒരു ബന്ധം ഉണ്ടല്ലോ. സോനയുടെ വീട്ടിൽ അന്ന് ഇന്ദ്രൻ അതായത് സോന താമസിച്ച സമയത്ത് അവിടെ പോയതും അന്ന് ഇവർക്ക് ബന്ധം പുതുക്കാൻ വേണ്ടി അവസരം ചെയ്തു കൊടുത്ത സുശീലാമയും അതൊക്കെ നമ്മളെല്ലാരും കണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ അത്രയ്ക്കൊരു പച്ചപ്പാവയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഹർഷയുടെ വയറ്റിലുള്ള കുഞ്ഞ് ആരുടേതാണെന്ന് ഉറപ്പുമില്ല. എന്തായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോവാണ്. സുശീല എന്തായാലും നല്ല രീതിയിൽ തന്നെ അവിടെ ഇരിക്കുകയാണ്. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോ അനുപമ വീട്ടിലേക്ക് പോവാണല്ലോ. അപ്പൊ എന്തായാലും തന്റെ സ്നേഹനിധിയായ അമ്മായിയമ്മയെ കണ്ടിട്ട് യാത്ര പറയാനാണ് പുള്ളിക്കാരി ബെഡ്റൂമിലേക്ക് കയറി ചെന്നത്. അവിടെ എത്തിയതോ അനുപമയുടെ മുന്നിൽ മുഖം കൊടുക്കാനൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു സുശീലയ്ക്ക്. കാരണം ഇന്ദ്രന്റെ ആ ഒരു ഹർഷയും ചേർത്ത് ഇങ്ങനെ ഒരു അപവാദം ഉണ്ടാക്കിയത് സുശീലയാണെന്നുള്ള കാര്യവും ഇവര് തമ്മിൽ ഒന്നിക്കാതിരിക്കാനാണെന്നും അനുപമ തിരിച്ചറിഞ്ഞല്ലോ എന്നുള്ളൊരു ഇതായിരുന്നു സുശീലയ്ക്ക് കേട്ടോ. അപ്പം അനുപമ എന്തായാലും അതൊന്നും കാണിക്കാതെ ഞാൻ പോവാണ് അമ്മേ എന്നൊക്കെ പറയാ. അതിനപ്പോ എന്താ നീ എന്നും നിന്റെ വീട്ടിലേക്ക് തന്നെയല്ലേ പോകുന്നതെന്ന് ചോദിക്കാണ്. അതെ, പക്ഷെ ഞങ്ങള് നാളെ ഇവിടുന്ന് താമസം മാറുകയാണ്, ഞങ്ങള് കല്യാശ്ശേരി തറവാട്ടിലേക്ക് പോവാന്ന് പറയാണ്. അത് കേട്ടത് സുശീല ചോദിക്കുക, അതിന് നിന്റെ കുടുംബത്തിൽ നിന്നുള്ള എല്ലാം ഭാഗം വെച്ച് നിങ്ങൾക്ക് എന്തോ പൈസ കിട്ടിയെന്നോ ആ പൈസ വെച്ചിട്ട് സച്ചി സാറിന്റെ കടം വീട്ടിയെന്നോ ഒക്കെ പറയുന്നത് കേട്ടായിരുന്നല്ലോ എന്ന് സുശീല ചോദിക്കുക. അതില് നമ്മുടെ അനുപമ പറഞ്ഞു, അത് അവിടുത്തെ സ്ഥലം നോക്കിയതിന്റെ അതിന്റെ ഒരു ആദായമാണ് 1 കോടി രൂപ അന്ന് മുത്തശ്ശിയൊക്കെ കൊണ്ട് കൊടുത്തത്, അല്ലാതെ കുടുംബസ്വത്ത് വീതം വെച്ചതല്ല എന്ന് പറയാട്ടോ. ആദായം മാത്രം 1 കോടിയോ എന്ന് ചോദിക്കാട്ടോ. അതെ, കല്യാശ്ശേരി തറവാട് എന്ന് പറഞ്ഞാലേ അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാന്ന് പറയാം
പറഞ്ഞിട്ട് നമ്മുടെ അനുപമ എന്നാ ശരി അമ്മ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുക കേട്ടോ. അപ്പോഴാണ് സുശീല മൂക്കത്ത് വിരല് വെക്കുന്നത് കേട്ടോ. അന്ന് കല്യാശ്ശേരി തറവാടിനെ കുറിച്ച് നമ്മുടെ സച്ചി സാറ് പറഞ്ഞപ്പം ചെറുതായി ഒന്ന് കേട്ടു. പക്ഷെ ആദായം മാത്രം 1 കോടി രൂപയോ? അപ്പൊ ആനന്ദമാഷിന് ലോട്ടറി അടിച്ചല്ലോ എന്നൊക്കെ ഓർത്തിട്ട് നമ്മുടെ സുശീലയ്ക്ക് അങ്ങ് വിഷമാട്ടോ. ഇനി ചിലപ്പോ ഈ പൈസ കണ്ടിട്ട് മരുമകളെ ഏറ്റെടുക്കാനും സുശീല തയ്യാറാവും. പക്ഷെ ഹർഷ സമ്മതിക്കോ? അപ്പോഴായിരിക്കും ഹർഷ സുശീലക്കെതിരെയുള്ള എല്ലാ ഇതും കൂടി എടുത്ത് പുറത്തു വിടല്. കാരണം ഹർഷയുടെ കൂട്ടി പിടിച്ച് സുശീല ഇന്ദ്രന്റെ ജീവിതം കുട്ടിച്ചോറാക്കാൻ തുടങ്ങിയ എല്ലാ കഥകളും ചിലപ്പോൾ ഹർഷ തന്നെ അവിടെ ഒന്ന് നിരത്താനും ഇടയുണ്ട്. കോടികളുടെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സുശീലയുടെ കണ്ട് മഞ്ഞളിക്കുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അങ്ങനെ എന്തായാലും അനുപമയൊക്കെ പോയി. പിന്നീട് നടക്കുന്ന കാര്യം എന്താന്ന് വെച്ചാല് നമ്മുടെ പണം തിരികെ കിട്ടിയല്ലോ ശബരിയുടെ വീട്ടില്. ആ സമയത്ത് എണ്ണി നോക്കുമ്പോ ആ പണമല്ലേ 5 ലക്ഷം രൂപ തികച്ചില്ല. അപ്പം 5 ലക്ഷം രൂപയെന്ന് ഈ ബാക്കി പണം ആരെടുത്തു എന്നുള്ളതാണ്. എന്തായാലും ദയായിരിക്കില്ല, അവള് ഒരിക്കലും അതിൽ നിന്ന് എടുക്കില്ല എന്ന് ശബരിയും അതേപോലെ തന്നെ ശബരിയുടെ അച്ഛനും പറയുന്നുണ്ട്. അനിതയുണ്ട്. അന്ന് ധനേട്ടൻ പണം നമുക്ക് തന്നപ്പോ നമ്മൾ എണ്ണി നോക്കേണ്ടതായിരുന്നു എന്ന് അനിതയും പറയാം. അതെ, അത് ഞാനും ചെയ്തില്ല. ഞാൻ വേണമെങ്കിൽ അവനെ കൊണ്ട് ഇപ്പൊ സത്യം പറയിക്കാന്ന് നമ്മുടെ ശബരിയുടെ അച്ഛൻ പറയാം. വേണ്ട അച്ഛൻ, അത് വേണ്ട. ഇനിയിപ്പം ഇതിന്റെ പേരിൽ എന്തൊക്കെ വർത്താനം പറഞ്ഞാലും അത് ദയയുടെ മേലെ വീഴത്തുള്ളൂ. അവളാണല്ലോ ഇത് എടുത്തോണ്ട് പോയത്. അതുകൊണ്ട് ധനേട്ടൻ എന്തായാലും അത് സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ എന്തിനാ പുതിയൊരു പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ എന്തായാലും അത് അവിടെ ഒത്തുതീർപ്പാക്കുകയാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ എല്ലാം കുടുംബം തകർക്കാനും ഇത്രയും കുരുട്ടുബുദ്ധിയും കാണിച്ച് നിൽക്കുന്ന ഒരു മോളെയും മരുമോനെയും ഈ വീട്ടില് എന്താ പറയാ സ്വന്തം മകന്റെ ചെലവിൽ നിർത്താൻ ഈ അച്ഛന് നാണമില്ലേ? അവരോട് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞൂടെ? അല്ലെങ്കിൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്ന് പറയാനുള്ള ഒരു തന്റെ ഇടം പോലും ഈ ഒരു അച്ഛനോ ഇല്ല, മകനും ആണെങ്കിൽ ഒട്ടും ഇല്ല. ദയ പിണങ്ങിപ്പോയതിന് കാര്യമൊന്നും പറയാനൊന്നുമില്ല. കാരണം തന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഇങ്ങനെ കുടുംബം മുടിക്കാനായിട്ടുണ്ടായിട്ട് ഒരു അളിയനെയും പെങ്ങളെയും ഒക്കെ തീറ്റിപ്പൊട്ടേണ്ട കാര്യമില്ലല്ലോ. ആ കാര്യത്തിൽ ദയയുടെ ഭാഗത്ത് തന്നെയാണ് ന്യായമുള്ളത്. ജോലി എടുക്കാൻ പറ്റുന്ന ആരോഗ്യമുള്ള 2 പേര് തന്നെയാണ്. അവരുടെ ജീവിതം അവരുടെ മക്കളുടെ ചെലവും എല്ലാം ആങ്ങളെ കൊണ്ട് നോക്കിക്കണം എന്ന് പറഞ്ഞാല് അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇവിടെ മാത്രമേ നടക്കത്തുള്ളൂ. എന്തായാലും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു വഴിക്ക് പോവാണ്. അനുപമയും അനന്തമാഷും കുടുംബവും എല്ലാം ഒരു കോടീശ്വരന്മാരാവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും സുശീലയുടെ ദേശീയ വിദേശവും ഒക്കെ മാറി വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല വിനയനാണെങ്കിൽ പുതിയൊരു ഇതിലേക്ക് കാല് വെച്ചിരിക്കുകയാണ് കേട്ടോ. പോലീസ് സ്റ്റേഷനിലെല്ലാം നമ്മുടെ ദാസ് സാറും അതേപോലെ തന്നെ നമ്മുടെ രഘുവേട്ടനും കൂടി വിനയനെ വീട്ടിൽ കൊണ്ട് വിടുന്നുണ്ട്. അപ്പൊ തൊട്ട് താൻ ഇനി ഒരു പുതിയ മനുഷ്യനാണെന്ന് ആത്മാർത്ഥമായിട്ടാണ് വിനയൻ പറയുന്നത്. പക്ഷെ അത്ര പെട്ടെന്നൊന്നും വിനയന്റെ സ്വഭാവം മാറുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ആത്മാർത്ഥമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. വിനയൻ ആ വീഡിയോയിൽ പിന്നെ ഒന്നും ചെയ്തിട്ടില്ലെന്നും മറ്റുള്ളവർ മഞ്ചാടിയെ ദ്രോഹിക്കാനായിട്ട് കൂടുതലായിട്ട് ഒന്നും ചെയ്തിട്ടില്ലെന്നും പോലീസ് അവനെ വെറുതെ വിട്ടു എന്ന് പറയുമ്പോൾ ചീരുവിലും ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. വിനയൻ ആത്മാർത്ഥമായിട്ട് ആണ് എന്നുള്ള കാര്യമൊക്കെ ദാസ് സാറും അതേപോലെ തന്നെ രഘുവേട്ടനും ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് ചീരു മിക്കവാറും തിരികെ വിനയന്റെ വീട്ടിൽ തന്നെ തവണ എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. വീണ്ടും അടുത്ത കിടിലൻ വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.